ഹായ്, അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുട്ട റോസ്റ്റാണ്. അതെങ്ങനെ അമ്മ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അതിന് വേണ്ടിയ സാധനങ്ങളെല്ലാം അമ്മ എടുത്തിട്ടുണ്ട്. 4 മീഡിയം സവാള, 1 കൊത്തി ഇഞ്ചി, 2 വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, 3 പച്ചമുളക്, പിന്നെ അമ്മ 7 മുട്ട പുഴുങ്ങി പൊളിച്ചെടുത്തിട്ടുണ്ട്, 2 കതുപ്പ് കരിയാപ്പല. ഇനി നമുക്കിതെങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പയിലോട്ട് വെക്കാം. തീ കത്തിച്ച് നല്ലതായിട്ട് ചൂടാകട്ടെ. എന്നിട്ട് നമുക്ക് 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അമ്മയാണെങ്കിൽ ഈ മുട്ടയാണെങ്കിൽ പുഴുങ്ങിയപ്പോൾ ഇച്ചിരി ഉപ്പിട്ട് അടുപ്പേ വെച്ച് പുഴുങ്ങി തൊലി കളഞ്ഞ് അമ്മ എടുത്തതാണ്, തോട് പൊളിച്ച്. അതെല്ലാവർക്കും അറിയാമല്ലോ മുട്ട പുഴുങ്ങാൻ, അതുകൊണ്ട് അമ്മ കാണിക്കാഞ്ഞത്. മുട്ട പുഴുങ്ങാൻ വെക്കുമ്പോൾ ഇച്ചിരി ഉപ്പിട്ട് പുഴുങ്ങണം, അന്നേരം പെട്ടെന്ന് തോടൊക്കെ നമുക്ക് ഇളകി കിട്ടും. നമുക്ക് 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടാകട്ടെ, നമുക്ക് ഇച്ചിരി കടുകിടാം. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട്, പിന്നെ നമുക്ക് വേണ്ടിയത് സവാളയാണ്. അതും നമുക്ക് ഇങ്ങോട്ട് ഇടാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴന്ന് വരട്ടെ. അത് വരാൻ ഉള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കിടാം, ഇച്ചിരി വഴന്ന് വരാന്. ഇത് നല്ലതായിട്ടൊന്ന് മരുന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് പച്ചമുളകും കരിയാപ്പിലയൊക്കെ ഇടാം. ഇഞ്ചിയൊക്കെ വഴന്ന് വരുന്നുണ്ട്, ഇവിടെ നല്ലതായിട്ട് വഴന്ന് വരട്ടെ. നമുക്ക് ഇതിനകത്തോട്ട് പച്ചമുളക് ഇടാം. പച്ചമുളക് ഇട്ട് കരിയാപ്പില ഇടാം. ഉള്ളിയൊക്കെ നല്ലതായിട്ട് വഴന്ന് വന്നു. നമുക്കിനി ഇതിനകത്തോട്ട് പൊടിവകയെല്ലാം കൂടെ ചേർക്കാം. ഒരു സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മസാല പൊടിച്ചത് 1/2 ടീസ്പൂണ്, നമുക്കിനി 1 സ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഇനി നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിക്കാം. നമുക്ക് ഇച്ചിരി നാരങ്ങ നീരൊഴിക്കുക, അതിനൊരു ബാലൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി. ഉള്ളി വഴറ്റിയപ്പോൾ ഇച്ചിരി ഉപ്പിട്ടായിരുന്നു, പക്ഷെ ഉപ്പില്ല. നമുക്ക് ശകല ഉപ്പും കൂടെ ചേർക്കാം.
നമ്മളെ ഉള്ളി എല്ലാം തേണ്ട നല്ലതായിട്ട് പറ്റി വന്നു. നമുക്കിനി മുട്ട വറക്കിയിടാം. മുട്ട റോസ്റ്റ് ചെയ്ത ചപ്പാത്തി തിന്നാനും അപ്പം തിന്നാനും പാലപ്പം തിന്നാനും പിന്നെ പൂരി ഉണ്ടാക്കിയാൽ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇത് നല്ലതാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ മുട്ട റോസ്റ്റ് ശരി റെഡിയായി. ഇനി നമുക്ക് ഈ ഉള്ളിയൊക്കെ ഇങ്ങോട്ട് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് നീക്കി വെച്ച് ഇതൊന്ന് ഉള്ളിയെല്ലാം മുട്ടയുടെ മണ്ടയ്ക്കോട്ടെല്ലാം പൊത്തി വെച്ചു. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടൊരു 3-4 മിനിറ്റ് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞ് നമുക്കിത് വിളമ്പാം. മുട്ടയെല്ലാം തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റി എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മയ്ക്ക് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.